കോട്ടയത്തിനടുത്ത് കാപ്പന്തല എന്ന് പറയുന്ന സ്ഥലത്താണ് പാലാരൂപത ഈ അടുത്ത കാലത്തായിട്ട് ഔദ്യോഗികമായിട്ട് ഒരു ദയറ സ്ഥാപിച്ചിരിക്കുന്നത്. ഏറെ നാളത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ദയറ ആഗമാന ഒരു വീക്ഷണം നടത്തണം എന്നുള്ള കാര്യം. അതിനുള്ള ഭാഗ്യം ഈ അടുത്ത കാലത്താണ് എന്നെ തേടി വന്നത്. ഒരു യാത്രക്കിടയിലാണ് ഈ ദയറയിലേക്ക് ഞാൻ എത്തിയത്. അതുകൊണ്ട് തന്നെ സായാഹ്നമായിരുന്നു. സായാഹ്നമാണെങ്കിൽ പോലും പിന്നീട് ഒരു വരവ് ഒഴിവാക്കാമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ഇവിടെയുള്ള വൈദികനോട് അനുവാദം വാങ്ങിച്ച് ഞങ്ങൾ ഇവിടെ എത്തിച്ചേരുകയായിരുന്നു. വീഡിയോ എടുക്കുവാനുള്ള അനുവാദം ലഭിച്ചതോടുകൂടി ഞാൻ ആഗമന വീക്ഷണം എന്റെ ക്യാമറയിൽ പകർത്തുവാനുള്ള തിരക്കിലാണ് ആയിരുന്നത്. ഏറ്റവും ആദ്യം എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ഇവിടെ വെച്ചിരിക്കുന്ന ഐക്കൺ എന്ന് പറയുന്ന ഗാലറിയിലേക്കാണ്. അവിടെ കണ്ട കാഴ്ച ഏറെ അത്ഭുതാവഹമായ ഒരു കാര്യം തന്നെയാണ്. ഒറിജിനൽ ഐക്കൺ പോലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പാലാ രൂപതയിൽപ്പെട്ട തോമസ് കൂനമാക്കലച്ചൻ എന്ന് പറയുന്ന വൈദികന്റെ വൻ ശേഖരമാണ് ഇവിടെ എനിക്ക് കാണുവാൻ സാധിച്ചത്. ആദ്യകാലം തൊട്ട് തന്നെ സുറിയാനി പാരമ്പര്യങ്ങള് അതേപടി കാസൂക്ഷിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഇതിന്റെ ഒരു ശേഖരം തന്നെ വൈദികനിൽ ഉണ്ടായിരുന്നു. അത് ഇന്ന് ദയറയിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായ ഒരു വിവരണം നൽകുവാൻ എനിക്ക് ആവില്ലെങ്കിൽ പോലും ഇത് കാണുമ്പോൾ തന്നെ അതിന്റെ വൈവിധ്യത എന്നെ ഏറെ അതിശയിപ്പിക്കുകയുണ്ടായി. മറ്റു പല രാജ്യങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിരിക്കുന്ന ഐക്കണുകളാണ് ഇവിടെ എനിക്ക് കാണപ്പെടുന്നത്. വിലമതിക്കാനാവാത്ത പാരമ്പര്യങ്ങളുടെ വലിയൊരു ശേഖരണം തന്നെയാണ് എനിക്കും എന്റെ കൂടെ വന്ന വൈദികർക്കും കാണുവാൻ സാധിച്ചത്. ഈ ഒരു ഐക്കൺ ഗാലറി തന്നെ കണ്ടിരുന്ന മറ്റൊരു പ്രത്യേകതയാണ് വെസ്റ്റ് സിറിയക്കിലുള്ള സ്വർഗസ്വനായ പിതാവേ എന്ന ഈശോ പഠിപ്പിച്ച ആ ഒരു വിശിഷ്ടമായ പ്രാർത്ഥന സുറിയാനി ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് എനിക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ചതാണ്. അത് ഇന്നും കോട്ടം വരാതെ ഈ ഒരു ദയറയിൽ ഇന്ന് കസൂക്ഷിച്ചിരിക്കുകയാണ്. തോമസ് അച്ഛന് നന്നായിട്ട് പ്രായമായി. ഈശോ സംസാരിച്ച ഭാഷയായ സുറിയാനി ഭാഷയിൽ അച്ഛൻ നടത്തിയ ഗവേഷണങ്ങളും പഠനങ്ങളും അത് അച്ഛന്റെ കാലഘട്ടം കൊണ്ട് നശിച്ചു പോകാതിരിക്കുവാൻ പുതിയ തലമുറയ്ക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഈ ഒരു ദയറയുടെ ഉത്ഭവം തന്നെ നടത്തിയിരിക്കുന്നത്. സുറിയാനി പാരമ്പര്യത്തിലുള്ള ദയറയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. വീഡിയോ അകത്ത് അനുവദിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അകത്തെ വീക്ഷണങ്ങളും കൂടി ഞാൻ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. വിരി മാറ്റി കഴിയുമ്പോൾ ദയറയുടെ ഉൾഭാഗം മുഴുവനും ഇപ്രകാരമാണ് കാണപ്പെടുന്നത്. ഭിത്തികളിൽ പോലും കുരിശടയാളം ആലേഖനം ചെയ്തിരിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഓരോ ഭാഗത്തിനും ഓരോ രീതിയിലുള്ള പ്രത്യേകതകളാണ്. ഓരോ ഐക്കണിനും അതിൻ്റെതായ അർത്ഥതലങ്ങളുണ്ട്. അങ്ങനെ ഓരോ ഭാഗവും അർത്ഥതലങ്ങൾ കൊണ്ട് ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ദയറ എന്ന് പറയുന്നത്. കയറി വരുന്ന വാതിലിന് പോലും പ്രത്യേകതയുണ്ട്. ഒരു വാതിൽ പുരോഹിതന് മാത്രം കയറുവാനുള്ളതാണെങ്കിൽ മറ്റൊരു വാതിൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രം കയറുവാൻ വേണ്ടിയുള്ളതാണ്. സുറിയാനി പാരമ്പര്യത്തിൽ പൗരോഹിത്യം എങ്ങനെയാണ് ഒരു ആരാധനാലയം കാത്തു സൂക്ഷിച്ചത്, അതേപടി കാത്തു സൂക്ഷിക്കുന്ന പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ദയറ എന്നും തുറന്നുകൊണ്ട് പോകുന്നത്. ഈ ഒരു ദയറയ്ക്കുള്ളിൽ കാണപ്പെടുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ അർത്ഥതലങ്ങളുണ്ട് എന്നുള്ള കാര്യം ഇവിടെ താമസിക്കുന്ന വൈദികനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഓരോ വിരിക്ക് പോലും ഉണ്ട് അർത്ഥതലങ്ങൾ. ഈ വിരി പോലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മടക്കി വയ്ക്കുകയും വിശുദ്ധ കുർബാനയ്ക്ക് തൊട്ടു മുമ്പാണ് ഇവയെല്ലാം വിരിക്കുകയും ചെയ്യുന്നത് എന്നുള്ള വസ്തുത ഞാൻ മനസ്സിലാക്കുകയാണ്. സുറിയാനി പാരമ്പര്യം അതേപടി കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ള ദയറ കാഴ്ചയാണ്. അൾത്താരയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾക്ക് പോലും ഏറെ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നിറഞ്ഞ തിരുവസ്ത്രമാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പാലാ രൂപതയുടെ ഔദ്യോഗികമായിട്ടുള്ള ദയറ ആയതുകൊണ്ട് 7 യാമങ്ങളിലും കൃത്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ഇവിടെ നടത്തപ്പെടുന്നു എന്നുള്ള കാര്യമാണ് വൈദികനിൽ നിന്ന് അറിയുവാൻ സാധിക്കുന്നത്. നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങളിൽ 7 യാമങ്ങളാണുള്ളത്. 7 യാമങ്ങളിലും പ്രാർത്ഥനകൾ നടക്കേണ്ടതാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സൗകര്യാർത്ഥം അത് 3 യാമങ്ങളായിട്ട് മാത്രം ചുരുക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അൾത്താരയുടെ ഭാഗത്ത് കാണപ്പെടുന്ന വിരികൾക്ക് പോലുമുണ്ട് പ്രത്യേകതകൾ. നേർത്ത രീതിയിലുള്ള തുണികൾ കൊണ്ട് തയ്ച്ചിരിക്കുന്ന ഒരു വിരിയാണ് ഏറ്റവും ആദ്യം കാണപ്പെടുന്നത്. നമ്മുടെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നെറ്റ് രീതിയിലുള്ള തുണി ഉപയോഗിച്ചാണ് ആ ഒരു വിരി നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വിരിയാണ് ഇപ്പോൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്.
ഇങ്ങനെ 2 വിരികൾ കൊണ്ടാണ് ഈ ഒരു ഭാഗം മറയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന തിരുവോസ്തിക്കും ഒത്തിരിയേറെ പ്രത്യേകതയുണ്ട്. സുറിയാനി പാരമ്പര്യത്തിൽ തലേദിവസം ഈ ഒരു വിശുദ്ധ കുർബാനയ്ക്കായി പ്രത്യേകം ഉണ്ടാക്കുന്ന അപ്പവും വീഞ്ഞുമാണ് പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന തിരികൾക്കും പ്രത്യേകതയുണ്ട്. ഒലിവ് ഓയിൽ ഉപയോഗിച്ചാണ് ഇവിടെ തിരികൾ തെളിക്കുന്നത്. സുറിയാനി പാരമ്പര്യം അതേപടി കാസൂക്ഷിക്കുവാൻ വേണ്ടി പാലാരൂപത കാണിക്കുന്ന അക്ഷീണമായ പരിശ്രമത്തിന്റെ ഫലം കൂടിയാണ് ഈ ഒരു ദേറ എന്ന് പറയുന്നത്. ഒരു സായാഹ്നത്തിൽ എത്തിച്ചേർന്നിട്ട് പോലും ഈ ദേറ ആഗമന വിഷ്ണു നടത്തുവാൻ എനിക്ക് അവസരം തന്ന വൈദികനോടുള്ള നന്ദി സൂചിപ്പിച്ചുകൊണ്ട്